ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ക്ഷിപ്രപ്രസാദനായ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാന ശക്തിബോധേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തവശ്രീയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഭുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഹാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കും ആവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മര്യാദകൾ ചെയ്തേൻ പലതരം. ജന്മമാത്രത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായ ഒരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചെന്ന് ചേർന്ന്. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിവരുടെ വസ്ത്രാദികൾ പറിച്ചിടുവൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജന ഘോര മഹാവനെ ദൃഷ്ട്വാസ സംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രേ കിം ദുഷ്ടമതേ പരമാർത്ഥം പറകന്ന് തുഷ്ട്യാ മുനിവരന്മാർ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം മതീയം പറഞ്ഞ് നൃപാത്മജ
പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടും അത്രൈവ ഞങ്ങൾ നിസ്സംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേവരും. ഞാനും അത് കേട്ടു ജാത നിർവേദന മാനസേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടനിൽ. നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നത് എന്തന്തക്കരണവും തൃക്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും. ദുർഗതിസാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനം. സ്പഷ്ടമിത്യുക്താപതിതം പദാന്തികെ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമാദി ദജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്ന് തന്നെ തരുന്നുണ്ടോരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോ വിവാമോക്ഷമാർഗോപദേശേന രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്തമുക്ത രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം അരാമരാത്യവും ജപിക്ക നീ. ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട നാരദൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടും നീ. ഇത്തമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യവതാഗമിച്ചിടിനാൻ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാര് വന്ന് എഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടന്ന് ചൊന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടേനാശിനാവുതരാൽ. വാത്മീക മധ്യതോ നിന്ന് ജനിക്കാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമാ ഞാനിങ്ങനെ അയച്ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജമാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നതെന്നിന്. വന്നത് എനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനൻ രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുസ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണാനിപൂണ ത്രിദേശാകുലപതേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചല ഗംഗയോന്തരാ. ചിത്തമായോരുടജം തീർത്തും മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും
നിർമ്മിച്ച് ഇവിടെ ഇരിക്കുന്നതെന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മന മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനായോരു ദേവരാജൻ ദിവാഴുന്നതുപോലെ മന്ത്രിവരനാസുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ പൊക്കിയിടനാൻ വസ്ത്രേണ വക്ത്രവും ആശ്ചാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തമം ശ്രേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാജ്ഞതയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്ന് ചൊല്ലിയതെന്നുടെ. ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീദേവി. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചന ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയാ ശൃംഗിവേരാഖ്യ പുരസ്ഥാപിതേ ചെന്ന് ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിന്ന് ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരോപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷം സിദ്ധിക്കും പേരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊല്ലുക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകീൻ തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രൂപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേൻ അടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായൊരു കൈകേയിക്ക് രാജ്യമം ദുഷ്ടനാ നൽകിനാൻ പോരാതിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനി പാവിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ വരിദേവനം ചെയ്വതിനെന്തോ ഒരു കാരണം. ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായികമൈ പ്രാണപ്രയാണമെടുത്തു തപോധനൻ പ്രാണവിയോഗെ ശപിച്ചതോ കാരണം. ദുഃഖം ഉൾക്കൊണ്ടു മരിക്കാൻ തുടങ്ങുമെന്നുൾക്കാം ബുരുക്കി ചമയ്ക്കായിക വല്ലഭേ. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശായി വാഹീനീതീരേ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വള്ളം അൻപോട് മുക്കും വിധം കുംഭത്തിൽ നീരകമ്പുക്ക് ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം
സന്തായ ജാപേതിടമഴിച്ചിടിനേൻ. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതോ മാനുഷവാക്യവും. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ലകേന ഹാ ഹന്ത ഹതോഹം വിദേവൃത. പാർത്തിരിക്കിൽ നിതോ മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടുകൾ തണ്ണീർ ദഹിക്കിയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടുന്തതാ. താപസബാലൻ പാദങ്ങളിൽ വീണു താപേന ചെന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്ത്. ബാണമെയ്തേനതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ. വൈശ്യനത്രേ ഞാൻ മമപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജലാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവൻ. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടകാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയ നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നത് കേട്ട് ശല്യോദ്ധാരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്നിവിടേക്കതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. വൃത്തതയോട് നേത്രങ്ങളും വേറുപെട്ട് അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചോ. വർത്തിക്കുമെങ്ങൾക്ക് തണ്ണീർ പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാൻ ഏറ്റവും ഉന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപാദ വിന്യാസ ജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തു മൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പാദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നെന്ന തീരെ മൃഗാശയ. കുംഭത്തിൽ നീരകമ്പൊക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജതുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനെ കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനത് മൂലം അവനും എന്നോട് ചൊല്ലിയിടിനൻ. കർമ്മമത്രേമോ വന്നതിന് തവ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലല്ലോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറപ്പൊക്ക് പർണശാലാന്തേ വിശന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുടറ്റോട് വന്നേനി ജ്ഞാനികളാൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായൊരടിയെന്നെ അവലംബനം. ജന്തുവിഷയാകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മേ എടുത്തത് ദീനതയോടു മകനുടൻ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനേ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം. പുത്രേണ സാഹം പ്രവേശിച്ചവர்களுം ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാൻ. വൃദ്ധതബോധനൻ അന്നേരം എന്നോട്
പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമാപുത്രാ ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണാ ഹാ ഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് ഉഴറി സസംഭ്രമം അന്തഃപുരമകമ്പു കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കും ധരാപാലകൻ തന്നുടെ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ഭൂദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരേറിച്ചെന്നു കേകേ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായി വിദാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്ന് ചൊൽവെന്നയച്ചിടിനാൻ. സത്വരം കേകേ രാജ്യമകമ്പുക്കുന്നത്വാ യുധാജിത്തിനോട് ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്രാവശിഷ്ടനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതൻ ഏതുമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരിവൊക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബോധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം പൊക്കിത് ജന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഗാഠമാലിംഗ്യം മടിയിൽ വെച്ചുത്തമാങ്കെ മുകർനാശു ചോദിച്ചതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറക നീ. ഇത്തരം കൈകേ ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനിവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്ന് ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകുന്നതു കേട്ട് തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. മൽത്തൊൽപിതാവെന്ന് കേട്ടോരു ഭരതനും ക്ഷോണീതലെ ദുഃഖവിഹ്വലചിത്തനായി വേണുവിലാപം തുടങ്ങിനാൻ എത്രയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ നമ. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ ഭാ പ്രവൃത്തി സ്വഭാവ കരോമി യത്തിൽ സകലം പരസ്മൈ ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി.